മലേഷ്യ ട്രിപ്പിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. കൂടാതെ ഇന്ന് തിരുവോണ ദിവസം കൂടിയാണ്. നമുക്കിങ്ങനെ പ്രത്യേകിച്ച് ഓണപരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് റീലും ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ നേരെ ഇപ്പൊ പോണത് ഗന്നി ഹൈലൻഡ് കാണാനായിട്ടാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കേബിൾ കാറിൽ കയറാൻ പോണത്. ഈ കാണുന്ന ക്യൂ കണ്ട ഗൈസ്, ഇത്രയും വലിയ ക്യൂ നിന്നിട്ട് വേണം നമുക്ക് കേബിൾ കാറിലോട്ട് കയറാനായിട്ട്. ഫൈനലി ഞാൻ കേബിൾ കാറിൽ കയറി ഗൈസ്. പക്ഷെ ഞാൻ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി തുടങ്ങി. കാരണം താഴോട്ട് പോകുമ്പോൾ ഭയങ്കര കുഴിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഭയങ്കര നല്ലൊരു ക്ലൈമറ്റും ക്ലൗഡി ആയിരുന്നു. ഒന്നും പറയല, വിദൂരതയിൽ നോക്കിയിരിക്കുമ്പോൾ തന്നെ കോലാലംപൂർ സിറ്റി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇതാണ് ജെന്നി ഹൈലൻഡ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ എത്തിയോ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ഇത് വേറെ യൂണിവേഴ്സ് ആണോ ഇനി കാർട്ടൂൺ ആണോ പിടികിട്ടാത്തൊരു അവസ്ഥയായി പോയെന്ന് വേണം പറയാൻ. അങ്ങനെ കേബിൾ കാറിൽ ഇറങ്ങി നമ്മൾ എൻട്രി ഒക്കെ പാസ് ചെയ്ത് നേരെ അകത്തോട്ട് കയറിയപ്പോഴാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ടെറാഫോം ടവർ ഒക്കെ കാണാൻ പറ്റി. അപ്പൊ വിചാരിച്ച് എന്തായാലും അതിൽ കയറാമെന്നും പറഞ്ഞ് നേരെ അതിലോട്ട് വെച്ച് പിടിച്ച് സത്യം പറഞ്ഞാൽ ഉയിര് പോയെന്ന് വേണം പറയാൻ. അവിടെ നിന്ന് ഇറങ്ങി പുറത്തോട്ട് വന്നപ്പോഴാണ് ഇവിടെ നല്ലൊരു വാട്ടർഫോൾസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ നേരെ പോയത് വേറൊരു റൈഡിൽ കയറാനായിട്ടായിരുന്നു. ഈ റൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐസേജ് ഇല്ലേ, ഐസേജ് സിനിമ എങ്ങനെയാണോ കാണുക അതുപോലെയായിരുന്നു. പക്ഷെ നമുക്ക് അതിനകത്ത് നമ്മളും കൂടി ഉണ്ട് എന്നൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡായിരുന്നു. ഈ ക്യാരക്ടർ അറിയാന്നുള്ള ഒരു കമന്റ് ചെയ്യണേ. ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നടന്നു വന്നപ്പോഴാണ് അവിടെ വേറെ എന്തൊക്കെയോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊക്കെ കണ്ടിട്ട് അങ്ങനെ നിന്നപ്പോഴാണ് ലാസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു റൈഡ് കയറിയല്ലോ എന്ന് ഇങ്ങനെ എല്ലാരും കൂടെ ആലോചിച്ചപ്പോഴാണ് ഈ ഒരു റൈഡ് കണ്ടത്. അപ്പൊ നമ്മൾ എല്ലാരും കൂടെ അതിലങ്ങ് കയറി. അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നപ്പോ ഞാൻ വേറൊരു കാര്യം കണ്ടു. ഇറങ്ങി നമ്മൾ റൂമിൽ പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് രാത്രി എന്തെങ്കിലും ഫുഡ് കഴിക്കാന്നും പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി ഗൈസ്. ഇവിടെ വന്നപ്പോഴാണ് ആ ഫുൾ തമിഴ്നാട് ഫുഡ്. പിന്നെ ഒന്നും നോക്കാൻ നിന്നല്ല, എല്ലാം അങ്ങ് ഓർഡർ ചെയ്തങ്ങ് വാങ്ങി. അങ്ങനെ ഫുഡെല്ലാം വാങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലോട്ടായിരുന്നു. ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണും വരെ ടാറ്റ ബൈ ബൈ, സീ യു.